നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡോക്ടർ UR അനന്തമൂർത്തി അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിൽ. നഷ്ടമായത് ഇന്ത്യൻ സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയെ. മദ്യനിരോധത്തിന്റെ പിതൃത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. തന്നെ മദ്യലോബിയുടെ ആളാക്കാൻ ആരും ശ്രമിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. UDF തീരുമാനം ഉമ്മൻചാണ്ടിയുടെ ആശയമെന്ന് A ഗ്രൂപ്പ്. മദ്യത്തിനൊപ്പം വൈനും നിരോധിക്കണമെന്ന് വെള്ളാപ്പള്ളിയുടേത് മതനിന്ദയെന്ന് കത്തോലിക്ക സഭ. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഡാറ്റാ സെന്റർ കേസന്വേഷണം CBI പിൻവലിക്കുന്നു. ക്രമക്കേട് നടന്നതിനും ഗൂഢാലോചന നടത്തിയതിനും തെളിവില്ലെന്ന് വാദം. കേസ് അവസാനിപ്പിക്കുന്നത് FIR പോലും രജിസ്റ്റർ ചെയ്യാതെ. സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ. കോട്ടയത്ത് ഉരുൾപൊട്ടി. കോഴിക്കോടും വയനാടും മണ്ണിടിച്ചിൽ. താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജമാഅത്തെ ഇസ്ലാമി മുൻ ഉപാധ്യക്ഷൻ അബ്ദുൽ അഹദ് തങ്ങൾ അന്തരിച്ചു. അന്ത്യം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ. നഷ്ടമായത് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവിനെ. പുതുക്കിയ മദ്യനയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. ബിവറേജസിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും 39 ഔട്ട്ലെറ്റുകൾ ഈ വർഷം അടക്കം. ബാർ പൂട്ടുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നവരുടെ പുനരധിവാസത്തിന് വേണ്ട ഫണ്ട് കണ്ടെത്തുന്നതിനായി മദ്യത്തിന് 5% സെസ് ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. മദ്യനയത്തിന്റെ പിതൃത്വം സംബന്ധിച്ചും കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാകുന്നു. ആര് വിചാരിച്ചാലും തന്നെ മദ്യലോബിയുടെ ആളായി ചിത്രീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മദ്യനയം നടപ്പിലാക്കിയതിൽ കൂടുതൽ അഭിനന്ദനമർഹിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന അവകാശവാദവുമായി A ഗ്രൂപ്പും രംഗത്തെത്തി. ബാർ വിഷയത്തിലെ തല്ല് ഉടനൊന്നും തീരില്ലെന്ന സൂചന നൽകിയാണ് മദ്യനയത്തിലെ പിതൃത്വം സംബന്ധിച്ചും കോൺഗ്രസിനുള്ളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നത്. തന്നെ മദ്യലോബിയുടെ ആളായി ചിത്രീകരിച്ച I ഗ്രൂപ്പിനും VM സുധീരനും മറുപടി നൽകി ഉമ്മൻചാണ്ടി തന്നെ ആദ്യ വെടിപൊട്ടിച്ചു. ആരോപണം ഉന്നയിക്കുന്നവർക്കു മുൻപേ മദ്യനിരോധനത്തിനായി പ്രവർത്തിച്ച ആളാണ് താനെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒളിയമ്പ്. കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന തന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ശുപാർശ ചെയ്ത ചരിത്രവും ഉമ്മൻചാണ്ടി ഓർമ്മിപ്പിച്ചു. UDFന്റെ ഈ അബ്കാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ള മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. എന്നെ ആര് വിചാരിച്ചാലും ഒരു മദ്യലോബിയുടെ ആളാക്കാൻ പറ്റില്ല. മദ്യനയത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ച് A ഗ്രൂപ്പ് നേതൃത്വവും ഒന്നടങ്കം രംഗത്തെത്തി. VM സുധീറിനേക്കാൾ അഭിനന്ദനം അർഹിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയതിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ വഹിച്ച പങ്കാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ അഭിനന്ദനം അദ്ദേഹം അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും ഉമ്മൻചാണ്ടിയെ പ്രതിരോധിച്ച് കൂടുതൽ ശക്തമായി പ്രചാരണം നടത്താനാണ് A ഗ്രൂപ്പിന്റെ തീരുമാനം. ഉമ്മൻചാണ്ടിയെ അനുമോദിക്കാൻ ജനശ്രീ പ്രവർത്തകരെയും A ഗ്രൂപ്പ് രംഗത്തിറക്കി. മീഡിയ 1 തിരുവനന്തപുരം. മദ്യം നിരോധിച്ചാൽ വൈനും നിരോധിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ചില ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വൈൻ ഉപയോഗം നിരോധിക്കണം. വൈനിലും ആൽക്കഹോളിന്റെ അംശമുണ്ടെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ വെള്ളാപ്പള്ളിയുടേത് സ്വാർത്ഥപരമായ പ്രസ്താവനയാണെന്നും പള്ളികൾ ആചാരപരമായാണ് വൈൻ ഉപയോഗിക്കുന്നതെന്നും ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു. മദ്യനയം സംബന്ധിച്ച് UDF പ്രഖ്യാപിച്ചത് സർക്കാർ നയമാണെന്ന് കരുതുന്നില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം. മദ്യനിരോധത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ല. സർക്കാരിന്റെ മദ്യനയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഗോളടിച്ചത്. ഉമ്മൻചാണ്ടിയുടെ തീരുമാനം സുധീരന് തിരിച്ചടിയാണ്. മദ്യം നിരോധിച്ച സർക്കാർ വൈനും നിരോധിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ മദ്യം എന്ന് പറയുമ്പോൾ ഇവര് ബ്രാൻഡി വിസ്കി മാത്രമല്ലേ പറയുന്നുള്ളൂ. വൈൻ വേണ്ടേ? വൈനും പാടില്ല. വൈൻ ഉത്പാദിപ്പിച്ച് ചില ആരാധനാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിതരണം നടത്തില്ലേ? അത് 14% ആൽക്കഹോളില്ലേ അതിനകത്ത്? അതെന്താ നിരോധിക്കണമെന്ന് പറയാത്തത്? വൈൻ നിരോധിക്കണമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ കത്തോലിക്ക സഭ രംഗത്തെത്തി. പള്ളികളിൽ വൈൻ ആചാരപരമായാണ് ഉപയോഗിക്കുന്നതെന്നും പ്രസ്താവന സ്വാർത്ഥ താൽപര്യം മൂലമാണെന്നും ഫാദർ പോൾ തേലക്കാട്ട് പ്രതികരിച്ചു. കേരളത്തിലെ ഇപ്പോഴേ മദ്യനയം വെള്ളാപ്പള്ളി നടേശന് ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ്. അതിനെ അദ്ദേഹം അനുകൂലിക്കുന്നില്ല. അത് അദ്ദേഹം പ്രകടമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം അതല്ല. ചെത്തരുത്, കുടിക്കരുത് എന്ന് മനോഹരമായി കേരള സമൂഹത്തെ പഠിപ്പിച്ച നാരായണ ഗുരുവിൻ്റെ പടത്തിന് താഴെ ഇരുന്നു കൊണ്ട് ആ സമുദായത്തിൻ്റെ നേതാവാണല്ലോ ഇത് പറയുന്നത് എന്നതിൽ ദുഃഖമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഫാദർ പോൾ തേലക്കാട്ട് കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ M ലിജു ആലപ്പുഴ സ്റ്റുഡിയോയിൽ, ഡോക്ടർ PM മാരതി ഡൽഹി സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഫാദർ പോൾ തേലക്കാട്ട്,
രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിന് അവരുടെ ഇമേജ് മെച്ചപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇന്നലത്തെ മദ്യ നിരോധന പ്രഖ്യാപനത്തിന് പിന്നിൽ എന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഞങ്ങളാണ് ഇതിനുവേണ്ടി കൂടുതൽ യത്നിച്ചത് എന്ന് ഒരേ പാർട്ടിയുടെ, ഒരേ മുന്നണിയുടെ വിവിധ നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പറയുന്നതിൻ്റെ ശബ്ദഘോഷങ്ങൾ ഈ നിമിഷങ്ങളിലുമുണ്ട് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ. അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നിരിക്കണം. പക്ഷേ കേരളത്തിന് ഗുണം ചെയ്യും മദ്യനിരോധം എന്ന് കണക്കാക്കാൻ കാരണങ്ങളുണ്ടോ? അവരങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് ഗുണം തന്നെയാണ് സമൂഹത്തിന് ചെയ്യുക എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഈ ഉറപ്പുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിട്ടുള്ളതും കേരളത്തിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ നേതാക്കന്മാർ അതിൽ പങ്കുവഹിച്ചില്ല എന്നുള്ള അഭിപ്രായം, സുധീരനും ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ ഇതിനകത്ത് നേതൃത്വപരമായ സ്ഥാനങ്ങളും നിലപാടുകളും എടുത്തവരാണ്. അത് സ്വാഗതാർഹമാണ്. അവർക്കൊക്കെ അതിൻ്റെ അഭിനന്ദനവുമുണ്ട്. അവരാവശ്യത്തിൽ അവരെ ആദരിക്കേണ്ടതുമാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ളൊരു തീരുമാനമല്ല, ഒരു UDF തീരുമാനമാണ്. ആ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ നടപടിയാക്കുകയും നിയമ നടപടിയാക്കുകയും അത് നടപടിയാക്കുമ്പോൾ ഭാവിയിലേക്ക് മദ്യസംലഭ്യത കുറയുമ്പോൾ ഇവിടെ വ്യാജമദ്യവും വ്യാജമായ വാറ്റുമൊക്കെ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ജനങ്ങളുടെ മാനസികാവസ്ഥയാണ് മാറ്റേണ്ടതുണ്ട്. മദ്യാസക്തമായ ജനകീയമായ ഒരു മനസ്സ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മനസ്സ് മാറ്റാൻ വേണ്ടി പക്വമായ വിധത്തിൽ മദ്യത്തെ സമീപിക്കാനും പക്വമായ വിധത്തിൽ അത് ഉപയോഗിക്കാനും കുടുംബങ്ങളിലും ജീവിതത്തിൽ അപകടകരമായ വിധത്തിൽ വിനിയോഗിക്കാതിരിക്കാനും വ്യക്തികൾക്കും സമൂഹത്തിനും ഒരു ബോധമണ്ഡലത്തിൽ ഉണ്ടാക്കേണ്ട സാത്വികമായൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടി ഇവിടെ വിദ്യാഭ്യാസവും ബോധവൽക്കരണവും നന്നായി നടത്താനും ഈ സർക്കാരുകൾ ബാറുകൾ പൂട്ടിയാൽ മാത്രം വരാ, അതിനും പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് ഫലം കാണുമോ എന്നുള്ള ആശങ്ക വ്യക്തമായുണ്ട്. അതുകൊണ്ട് ഇത് ഫലം കാണണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഈ മദ്യത്തിൻ്റെ സംലഭ്യത കുറയ്ക്കാൻ പ്രയോഗിച്ചതുപോലുള്ള നടപടികളും ഒറ്റക്കെട്ടായ നേതൃത്വവും സംഘാതമായ പ്രവർത്തനവും ഇതിനുണ്ടാകേണ്ടതുണ്ട്. അതുണ്ടായില്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെ, വ്യാജമദ്യത്തിൻ്റെയും വ്യാജവാറ്റിൻ്റെയും അപകടം ഉണ്ടാകുകയും മനുഷ്യൻ്റെ മനസ്ഥിതിയും സമൂഹത്തിൻ്റെ മനസ്ഥിതിയും മാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു അപകടമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ബഹുദൂരം ഇനിയും പോകാനുണ്ട് എന്നുള്ള ഒരു ബോധത്തോടെ സർക്കാർ ക്രിയാത്മകമായി, സർഗാത്മകമായി ഇതിൻ്റെ നടപടികൾ സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പക്ഷേ ശ്രീ ഫാദർ പോൾ തേലക്കാട്ട്, വെള്ളാപ്പള്ളിയുടെ വിമർശം അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. വിശുദ്ധമായ ഇടത്ത് പോലും ആൽക്കഹോൾ കണ്ടന്റുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതുകൂടെ നിരോധിക്കേണ്ടത് എന്ന് വെള്ളാപ്പള്ളി നടേശനാണ്, അദ്ദേഹം മദ്യവിൽപ്പന നടത്തുന്ന ഒരാളാണ്, അദ്ദേഹമാണ് ചോദിച്ചത് എന്നതുകൊണ്ട് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കേണ്ടതുണ്ടോ? വിശുദ്ധമായ ഇടത്ത് പോലും പ്രവേശനമുള്ളൊരു കാര്യത്തെ സാത്വികമായി ഇത്രയേറെ സമൂഹത്തെ ദോഷം ചെയ്യുന്നൊരു സംഗതിയാണ് എന്നൊക്കെ ചിത്രീകരിച്ചാൽ ജനം ആ രീതിയിൽ തന്നെ അത് ഒഴിവാക്കാൻ തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ ദേവാലയങ്ങളിൽ നിന്ന് കൂടെ ഈ മദ്യത്തെ ഒഴിവാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ദേവാലയങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വീഞ്ഞ് ഉപയോഗിക്കുന്നുള്ളത് ഒരു സത്യമാണ്. അത് ഈ ഒരു ലഹരി പദാർത്ഥമാകത്തക്ക വിധം അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് എനിക്ക് കരുതുന്നില്ല. അത് ഒരു ഔൺസ് പോലും ഒരു കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. അങ്ങനെയുള്ള വിശുദ്ധമായ ഒരു ഉപയോഗത്തെ അത് ഈ ഒരു മദ്യാസക്തിയുടെ മദ്യവിൽപ്പനയുടെ തലമായി കാണുന്നത് ഒരു ദുഷ്ടരാക്കോട് കൂടിയാണ്, ഒരു ബഹുമാനമില്ലാതെയാണ്, ആദരവില്ലാതെയാണ്. സാമുദായികമായ ഒരു ആദരവ് കാണിക്കേണ്ട ഒരു മണ്ഡലമാണ് ഇത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതോടുകൂടി തന്നെ ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശനൊക്കെ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആണെന്ന് വലിയൊരു പദത്തിലിരിക്കുന്ന വ്യക്തിയാണിത് പറയുന്നത് എനിക്കറിയാം. അദ്ദേഹം ആ വിധത്തിലുള്ള ഒരു സാംസ്കാരികമായ നിലവാരം പുലർത്തുകയും മറ്റു സമുദായങ്ങളെക്കുറിച്ചുള്ള പ്രകടനങ്ങളിലൊക്കെ അത് കാണിക്കുകയും ചെയ്യണം എന്ന വിനീതമായ അഭ്യർത്ഥനയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീ നാരായണ ഗുരുവിൻ്റെ നാമത്തിലുള്ള SNDP ആണ്. ആ നാരായണ ഗുരുവാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അങ്ങനെ സാമുദായികവും മതപരമായ വേർതിരിവുകളില്ലാതെ എല്ലാ മനുഷ്യരെയും നല്ലവരാക്കാൻ ശ്രമിച്ച ഒരു നാരായണ ഗുരുവാണ്. അദ്ദേഹമാണ് മദ്യം തൊടരുത്, കുടിക്കരുത്, ചെത്തരുത് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള സംസ്കാരത്തിൽ ഈ ബഹുഭൂരിപക്ഷം ഈഴവ സമൂഹവും ഈ സർക്കാരിൻ്റെ നയത്തെ അനുകൂലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരുടെയും നന്മയ്ക്ക്, കേരളത്തിലെ സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം, ഫാദർ പോൾ തേലക്കാട്ട്. ശ്രീ M. ലിജു,
മദ്യനിരോധത്തിന് ശേഷം എന്താണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ടോ? അത് ആവശ്യമല്ലേ എന്നതാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പഠനം നടത്തേണ്ടതല്ലേ? അത് അത്യാവശ്യമല്ലേ? അല്ലാതെ പെട്ടെന്ന് ഒരാവശ്യം വന്നപ്പോൾ ഞങ്ങളാണിത് നടപ്പാക്കിയത് എന്ന ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തത് ഗുണം തന്നെയാണോ സമൂഹത്തിന് ചെയ്യുക? മദ്യാസക്തി കുറയ്ക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. മദ്യലഭ്യത കുറയ്ക്കുവാൻ ബാറുകൾ അടയ്ക്കാതെ തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് മദ്യലഭ്യത കുറയ്ക്കാൻ പറ്റുകയില്ലല്ലോ. ഇവിടെ ശ്രീ പിണറായി വിജയൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ ഇത്രയും ദിവസം CPM ബാർ വിഷയം കേരളത്തിൽ വലിയ ചർച്ചയായിട്ട് പോലും ഒരഭിപ്രായം പോലും പറയാൻ തയ്യാറാകുമായിരുന്നില്ല. ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ വേട്ടക്കാരനൊപ്പം ഒരു വേട്ടയാടുകയും രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരേ തരത്തിലുള്ള രീതികളായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് തൻ്റെ യഥാർത്ഥ താല്പര്യം എന്ത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അത് ഒരു അത്തരത്തിൽ മാത്രം കണ്ടാൽ മതി. ഇവിടെ എടുത്തിരിക്കുന്ന തീരുമാനം മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയാണ്. കാരണം മുൻകാലങ്ങളിൽ വളരെ വ്യത്യസ്തമായി വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പോലും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിലും ക്യൂ നിന്നും ബാറിൽ നേരിട്ട് പോയി മദ്യപിക്കുന്നൊരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് വളരെ എളുപ്പത്തിൽ മദ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. അതിന് ബാറുകൾ അടയ്ക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. തിരിച്ചു വരാം. CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ കൂടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, CPM-നും എതിർപ്പില്ല സർക്കാർ ഇക്കാര്യം നടപ്പാക്കിയതിൽ. സമൂഹത്തിന് ഗുണം തന്നെയാണ് ചെയ്യുക മദ്യനിരോധം എന്ന കാര്യത്തിൽ താങ്കൾക്ക് ഉറപ്പുണ്ടോ? അല്ല, CPM-ന്റെ നിലപാടിൽ മറ്റുള്ള ആർക്കും അക്കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങളിത് ഇപ്പോൾ മാത്രമല്ല, മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള ക്യാമ്പയിൻ നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പിൽ ചേർന്നതിന് തന്നെ കർശനമായ വിലക്കുണ്ട്. മദ്യപാനികളെ ചേർക്കില്ല. നമ്മുടെ വർഗബഹുജന സംഘടനകളൊക്കെ ഇതിനിടയിൽ വ്യാപകമായ പ്രചരണം നടത്തിയത് അന്നുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. മദ്യപാനത്തിനെതിരെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിലുള്ള ആളുകളുടെ കൂടി നിർത്താൻ വേണ്ടി ആ പാർട്ടികളൊന്ന് ശ്രമിച്ചാൽ തന്നെ മദ്യ ഉപഭോഗം കുറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ തീരുമാനം മദ്യ ഉപഭോഗം കുറയ്ക്കാൻ ഇടയാകുന്ന ഇതുകൊണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തത്. അതിനെ മഞ്ഞ കണ്ണോടുകൂടിയാണ് ചില വിമർശകന്മാർ കാണുന്നത്. എന്നാൽ ഈ തീരുമാനം നടപ്പാക്കുമ്പോൾ ഇത് ഫലപ്രദമാകണം. മുമ്പ് ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ 67-ന് മുമ്പ് മദ്യനിരോധനമായിരുന്നു. 67-ലെ ഗവൺമെന്റാണ് ആ മദ്യനിരോധനത്തിന്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ചതിന് ശേഷം മനസ്സിലാക്കിയ ശേഷമാണ് മദ്യനിരോധനം എടുത്തു കളഞ്ഞത്. അതിലിരുന്ന് സമ്പൂർണ്ണ 1500 വർഷക്കാലമായി മുസ്ലിം ലീഗ് മദ്യത്തോട് ഒരു സമീപനമുണ്ട്. മദ്യവർജനമാണ്, നിരോധനമാണ്, മദ്യം ഉപയോഗിക്കാത്തതാണെന്നൊക്കെ അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെ വന്ന മന്ത്രിസഭയാണ് 1967-ൽ ഈ നിരോധിത മേഖലയെ നിരോധനം നീക്കി മദ്യം കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണത് കൊണ്ടുവന്നത്? ഇവിടെ നിന്ന് ഈ തിരുവനന്തപുരം ജില്ലയുടെ ബാർഡറിൽ പോയി പാരിപ്പള്ളിയിൽ പോയി ഈ ജില്ലയിലുള്ളവൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ പോയി കുടിച്ച് റോഡിൽ കിടക്കുകയും ഇതിനെയൊക്കെ പിടിച്ച് ആശുപത്രി കൊണ്ടാകുകയും പോലീസെ കൊണ്ടുവരികയും ചെയ്യും. നിരന്തരമായ ഇടപാടായി. ഇപ്പോഴും സംഭവിക്കാൻ പോണത് ഇവിടെ മദ്യം ആകെ നിരോധിക്കുന്നില്ല. ക്ലബുകളിലെല്ലാം മദ്യമുണ്ട്. ലയൺസ് ക്ലബ്, റോട്ടറി ക്ലബ് നടന്ന ചടങ്ങുകളിൽ മദ്യമുണ്ട്. കല്യാണ വീട്ടിൽ മദ്യം വിളമ്പുന്നു. മരണാനന്തര ചടങ്ങുകൾ മദ്യം വിളമ്പുന്നു. ഇതിനൊന്നും ഒരു നിരോധനമില്ല. ഇവിടുത്തെ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഇഷ്ടം പോലെ എക്സ് സർവീസ്മെൻ പോയി മദ്യം വാങ്ങിക്കൊണ്ട് വരുന്നു. വിമാനത്തിൽ വല്ലായി എത്രയോ ഫ്ലൈറ്റ് ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട്. അതിലെല്ലാം ഡ്യൂട്ടി ഫ്രീ മദ്യം കൊണ്ടുവന്നിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ വിമാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നവരുണ്ട്. നേവിയുടെ താവളത്തിൽ മദ്യവിതരണം നടത്തുന്നുണ്ട്. ഇതൊന്നും നിരോധിക്കുന്നില്ല. ഇവിടെ എക്സ് സർവീസ്മെൻ ഈ പട്ടാള ക്യാമ്പിൽ പോയി അവനുള്ള കോട്ട വാങ്ങിച്ചിട്ട് വന്ന് ഇന്ന് 100 രൂപയുടെ മദ്യം 300 രൂപയ്ക്ക് വിൽക്കുമെങ്കിൽ നാളെ ഒരു 1000 രൂപയ്ക്ക് അവൻ വിൽക്കും. ഇന്നൊരു കാര്യം വരാൻ പോകുന്നത് മദ്യം നിരോധിച്ച നാട്ടിലാണല്ലോ ഗൾഫ് നാടുകൾ. ഇതിനെല്ലാം ഒരു ആൾട്ടർനേറ്റ് സംവിധാനം കാര്യക്ഷമമാക്കാതെ ഇവിടെ ശ്രീ സുധീരന്റെ മുഖമാണോ നല്ലത്, ഉമ്മൻചാണ്ടിയുടെ മുഖമാണോ നല്ലത് എന്ന നിലയിൽ അവർ തമ്മിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ അവരാര് ജയിക്കണം